ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സുപ്രധാനമായ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അതായത് AWACS വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി വിരമിച്ച എയർ മാർഷൽ മസൂദ് അക്തർ പരസ്യമായി ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു മുൻ എയർ മാർഷൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അതായത് ഇന്ത്യൻ സൈന്യം തുടർച്ചയായി 4 ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചു. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കോ അല്ലെങ്കിൽ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കോ അതെനിക്ക് ഉറപ്പില്ല. അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഞങ്ങളുടെ പൈലറ്റുമാർ വിമാനം സുരക്ഷിതമാക്കാൻ ഓടി, പക്ഷേ മിസൈലുകൾ വന്നുകൊണ്ടിരുന്നു. നിർഭാഗ്യവശാൽ 4ാമത്തേത് ബൊളാരി എയർബേസിലെ ഹാങ്ങറിലിടിച്ചു. അവിടെയാണ് ഞങ്ങളുടെ AWACS നിലനിന്നിരുന്നത്. അത് കേടായി. ഒരു TV അഭിമുഖത്തിൽ അക്തർ പറഞ്ഞു. 3 മണിക്കൂറിനുള്ളിൽ 11 പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചതായി ഇന്ത്യൻ എയർ മാർഷൽ AK ഭാരതി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എയർ മാർഷൽ മസൂദ് അക്തറിൻ്റെ പ്രസ്താവന. ഇന്ത്യ പാക് സംഘർഷം റിപ്പോർട്ട് ചെയ്ത പ്ലാറ്റ്ഫോം ഫ്രണ്ടൽ ഫോഴ്സ് ഓൺ എക്സ് ആണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആക്രമണം ഏൽക്കുന്നിടത്തു നിന്ന് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ തീരുമാനമെടുത്തു. പാകിസ്ഥാന്റെ നിർണായകമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇന്ത്യൻ സൈന്യം കൃത്യവും സമന്വയിപ്പിച്ചതും അളന്നതുമായ ആക്രമണം നടത്തിയതെങ്ങനെയെന്നാണ് അദ്ദേഹം വീഡിയോയിൽ വിശദീകരിക്കുന്നത്.